ഒക്ടോബർ 21 29-ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. ലൂക്ക 12:35 മുതൽ 38 വരെ വാക്യങ്ങൾ. 1912 ഏപ്രിൽ മാസം 14 വൈകുന്നേരം കാലിഫോർണിയ കപ്പലിൻ്റെ റേഡിയോ ഓപ്പറേറ്ററായ സിറിൽ ഇവാൻസ് തൻ്റെ കപ്പൽ ഒരു വലിയ ഹിമപാതത്തിൽ കുടുങ്ങിയിരിക്കുന്നതായി ടൈറ്റാനിക്കിലെ ഷിപ്പിന് മുന്നറിയിപ്പ് നൽകി. ടൈറ്റാനിക്കിലെ വയർലെസ് ഓപ്പറേറ്ററായ ജാക്ക് ഫിലിപ്സ് യാത്രക്കാരുടെ വ്യക്തിഗത സന്ദേശങ്ങൾ അയക്കുന്ന തിരക്കിലായിരുന്നു. കാലിഫോർണിയയിൽ നിന്ന് വന്ന സിഗ്നൽ വളരെ ഉച്ചത്തിലായതിനാൽ മിണ്ടാതിരിക്ക്, ഞാൻ ബിസിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തൻ്റെ സന്ദേശം നിരസിക്കപ്പെട്ടതായി തോന്നിയ ഇവാൻസ് റേഡിയോ ഓഫ് ചെയ്ത് രാത്രി ഉറങ്ങാൻ കിടന്നു. അന്ന് രാത്രി 11:40 ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ചപ്പോൾ കാലിഫോർണിയക്കാരൻ്റെ റേഡിയോ രാത്രി മുഴുവൻ ഓഫായിരുന്നതിനാൽ അവർക്കൊരിക്കലും ടൈറ്റാനിക്കിൻ്റെ ദുരിത സന്ദേശങ്ങൾ ലഭിച്ചില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ നിരന്തരമായ ഒരുക്കത്തിൽ ജീവിക്കാൻ വിളിക്കുകയാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനത്തിൽ കർത്താവിൻ്റെ തിരിച്ചുവരവിനായി മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ അവൻ നമ്മെ സന്ദർശിക്കുന്ന പല വഴികളുമുണ്ട് എന്ന് ഓർക്കുക. ഒരു വിവാഹം കഴിഞ്ഞ് മടങ്ങി വരുന്ന യജമാൻ്റെ ചിത്രം വിളക്കുകൾ കത്തിച്ചു വച്ചിരിക്കുന്ന തൻ്റെ ദാസന്മാർ ഉണർന്നിരിക്കുന്നതായി കാണുന്നത് ആത്മീയ ജാഗ്രതയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ അരക്കെട്ട് കെട്ടി വിളക്കുകൾ കത്തിച്ചു വയ്ക്കുവിൻ. യജമാനൻ വിവാഹം കഴിഞ്ഞ് മടങ്ങി വരുന്നതും കാത്തിരിക്കുന്ന ദാസന്മാരെ പോലെയാകുവിൻ. അവൻ വന്ന് മുട്ടുമ്പോൾ വാതിൽ തുറക്കാൻ ഒരുങ്ങിയിരിക്കുവിൻ. അരക്കെട്ട് മുറുക്കി കാത്തിരിക്കുക. യേശു എപ്പോൾ വരുമെന്നോ അല്ലെങ്കിൽ മരണം എപ്പോഴോ ആണെന്ന് നമുക്കറിഞ്ഞുകൂടാ. സീറ്റ് ബെൽറ്റ് കെട്ടുക, ഒരുങ്ങുക എന്ന് പറയുന്നത് പോലെയാണിത്. നമ്മുടെ സൃഷ്ടാവിനെ കാണാൻ നാം എപ്പോഴും തയ്യാറായിരിക്കണം. അതിനാൽ എല്ലായ്പ്പോഴും ശുദ്ധമായ ഹൃദയവും മനസ്സും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ വിളക്കുകൾ കത്തിക്കുക. നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ, അത് മറയ്ക്കരുത്. ഇരുട്ടായിരിക്കുമ്പോൾ നിങ്ങൾ വെളിച്ചം നൽകാതിരുന്നാൽ അത് ഉപേക്ഷ എന്ന പാപമാണ്. യജമാനൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന ദാസന്മാരെ പോലെ ആവുക. കാത്തിരിപ്പിൽ ഒരു പുണ്യമുണ്ട്. അത് ക്ഷമയും സ്ഥിരോത്സാഹവും വളർത്തുന്നു. ഏറ്റവും പ്രധാനമായി അത് നമുക്ക് ഒരുങ്ങാൻ സമയം നൽകുന്നു. യജമാനൻ വന്ന് മുട്ടുമ്പോൾ തുറക്കാൻ തയ്യാറായിരിക്കുന്ന ദാസന്മാരെ പോലെ ആയിരിക്കുക. വെളിപാടിൻ്റെ പുസ്തകം 3:20 യേശു പറയുന്നു: ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ അത്താഴം കഴിക്കും, അവൻ എന്നോടുകൂടെയും. അവൻ്റെ മുട്ടൽ കേൾക്കാനും അവനെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ ഹൃദയം സൗമ്യമായി തുറക്കാനും നമുക്ക് കഴിയട്ടെ. ജാഗരൂകരായ ആ ദാസന്മാർ ഭാഗ്യവാന്മാർ. തന്നിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം പ്രായോഗികമാക്കുകയും ചെയ്യുന്ന ആളുകളെ ദൈവം ഒരിക്കലും അവഗണിക്കുകയില്ല. അവൻ അവർക്ക് തൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന, ദൈവവചനം, സമൂഹം എന്നിവയാൽ നമ്മുടെ ആത്മീയ സന്നദ്ധത നമുക്ക് നിലനിർത്താം. ദൈവവുമായി തുടർച്ചയായ ഒരു ബന്ധം വളർത്തിയെടുക്കുകയും അവൻ്റെ വചനവുമായി ബന്ധം പുലർത്തുകയും വിശ്വാസത്തിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുമായി
കൂട്ടുകൂടുകയും ചെയ്യുന്നത് വഴി നമ്മൾ ജാഗരൂകരായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.